നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 2, 3 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ മിനിമം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുകയാണ് ഇതിനകത്ത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 1 ഉച്ചയ്ക്ക് 3:23 PM മുതൽ ജൂലൈ 4 വെളുപ്പിന് 3:19 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ജ്യോതിഷം വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിൽ ഏകദേശം 5 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട്. അതിൽ തന്നെ 3 രാശിക്കാർക്ക് അല്പം ഗുണാധിക്യം കൂടുതലാണ്. ഒരു രാശിക്ക് അത്യധികം ഗുണാധിക്യമുണ്ട്. 2 രാശിക്കാർക്ക് ഏകദേശം ഗുണാധിക്യം തന്നെ അല്പം അധികമുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് ഒരു രാശിക്കും ദോഷാധിക്യമില്ല. ആദ്യം മേടം രാശിക്ക് കാര്യം പറയാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു, ചന്ദ്രൻ ഉൾപ്പെടെ. അപ്പോൾ ഇവർക്ക് പ്രതികൂലമായിട്ട് ശനി മാത്രമാണുള്ളത്. 7 ശനിയുടെ തുടക്കമാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് പൊതുവെ പൂർവികരുടെ അനുഗ്രഹം കിട്ടും, പൂർവിക സ്വത്ത് ലഭിക്കാം. അത് ഞങ്ങൾ പറയുന്നത് സൂര്യനും രാഹുവും അനുകൂലമായതിനാലാണ്. അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ഫലം കണ്ടുപിടിക്കാം. പിന്നെ ശുക്രനും ബുധനും അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ സൂര്യൻ അനുകൂലമായതുകൊണ്ട് ഈ മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. 11 ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കാണാം. പിന്നെ ശുക്രനും ചന്ദ്രനും അനുകൂലമായതിനാൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 3 ഗ്രഹങ്ങൾ അനുകൂലവും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഉള്ളത് ചൊവ്വയുമാണ്. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത്, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത് കിടിലൻ ഗ്രഹങ്ങളാണ്. വ്യാഴവും ശനിയും പിന്നെ ശുക്രനും. അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഏകദേശം 5 ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. എങ്കിലും ഇവർക്ക് ശനി അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന ഏത് പ്രവൃത്തിയിലും ഏത് രംഗത്തും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കുകയാണ്.
പിന്നെ സാങ്കേതിക മികവിലൂടെ വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. വ്യാഴം അനുകൂലമായതിനാൽ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ. പിന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതുകൊണ്ട് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് ഈ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളത് ഗുണാധിക്യം ഉള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും 3 ഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ജന്മത്തിൽ സൂര്യനും വ്യാഴവും നിൽക്കുകയാണ്, പ്രതികൂലമാണ്. ശനി 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു, അത് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക, ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തിയെങ്കിൽ നല്ലത്. പിന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് നേട്ടമായിട്ട് പറയുന്നത് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും, പൂർവിക സ്വത്ത് ലഭിക്കാം. കാരണം സർപ്പവും ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവാം. ബുധനും ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർക്ക് സർപ്പം അഥവാ രാഹു അനുകൂലമായതിനാൽ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യത കാണുന്നു. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയമായില്യം. കർക്കിടകം രാശിക്ക് കുറച്ച് ദിവസമായിട്ട് ദോഷാധിക്യമായിരുന്നു. അതിൽ നിന്നൊരു മോചനം ചെറിയ രീതിയിൽ ആണെങ്കിലും ഉണ്ടാവുകയാണ്. ചന്ദ്രൻ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ, ഏതാണ്ട് 1-2 ദിവസങ്ങളിൽ ഇവർക്ക് ദോഷാധിക്യമായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അതുപോലെ ശുക്രനും അനുകൂലമായതിനാൽ ഇവർക്ക് നേട്ടങ്ങൾ കാണുന്നു. നേട്ടങ്ങളല്ല, പ്രധാനമായിട്ടും ശാരീരിക അസ്വസ്ഥതകൾ അല്പം ശമിക്കാനുള്ള സാധ്യത കാണുന്നു. ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് സർപ്പം, സൂര്യൻ, വ്യാഴം ആഴ്ചയിൽ 7 ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ശനി 9ാം ഭാവത്തിൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. അപ്പോൾ അതൊരു വലിയ ഒരു ആശ്വാസം തന്നെയാണ്. കാരണം ശനിദോഷം കുറച്ച് കുറഞ്ഞ് കിട്ടും. എങ്കിലും ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ശുക്രൻ ഇവിടെ അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അനുകൂലമാണ്. കാരണം സ്വക്ഷേത്രപരമായിട്ട് ശുക്രൻ മാളവീയ യോഗത്തോടുകൂടി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഇവർക്ക് നിൽക്കുകയാണ്. അപ്പോൾ ധനവരവ് അല്പമൊക്കെ ഉണ്ടാവും. അത് പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മന്ത്രജപങ്ങളോടെ, പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ധനവരവ് തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവും. പിന്നെ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടും, അതുവഴി നേട്ടമുണ്ടാവാം. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം. എങ്കിലും അല്പം ദോഷാധിക്യം ഉണ്ട്. കാര്യം 4 പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട്.
അപ്പോൾ സർപ്പം അഥവാ രാഹു പ്രതികൂലമായതിനാൽ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലും പറ്റുമെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യനും വ്യാഴവും അനുകൂലമാണ്. അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുമാണ്. അപ്പോൾ ബിസിനസ് രംഗത്ത്, തൊഴിൽ രംഗത്ത് ഇവർക്ക് സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മിഥുനം മാസത്തിൽ മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. ഇവർക്ക് തീർച്ചയായിട്ടും വ്യാഴം 11ാം ഭാവത്തിലായതിനാൽ ദൈവാധീനമുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിന്നാലും അവർക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ലഭിക്കും. ഭൗതിക സുഖങ്ങളും ഇവർക്ക് ലഭിക്കും. എങ്കിലും ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രം എന്നുള്ള നിലയിൽ നിന്ന് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി കന്നിരാശി ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ശനിയും ചൊവ്വയുമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പൂർവികരുടെ അനുഗ്രഹം, ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മുരുകന് വഴിപാടുകൾ നടത്തി ചൊവ്വാഴ്ച വ്രതമെടുത്ത് ഒക്കെ നിന്നാലേ അതിന് സാധ്യത കൂടുതലുള്ളൂ. ഇവിടെ ഞാനത് പറഞ്ഞത്, പൂർവിക സ്വത്തും കാര്യങ്ങളുമൊക്കെ പറഞ്ഞത് സൂര്യനും സർപ്പവും അനുകൂലമായതിനാലാണ്. പിന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ, വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം. സന്താന ഗുണം, പിതൃഗുണം, ബിസിനസ്സിൽ നേട്ടം, തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവിടെ ചന്ദ്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. സൂര്യൻ ഭാഗ്യസ്ഥാനത്താണെങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ബാക്കി എല്ലാ 7 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പൊതുവെ തുലാം രാശിയുടെ ഭാഗ്യകാലമാണ് ഇതെന്ന് പറയാം. പൊതുവെ ഇവർക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി. കാര്യം ഇവിടെ ശുക്രൻ മാളവീയ യോഗത്തോടുകൂടി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 8ാം ഭാവം എന്ന് പറയുമ്പോൾ ആയുസ്, ആരോഗ്യം ഇതൊക്കെയാണ് സൂചന. 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വഴി ഇവർക്ക് രോഗശമനം പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ചൊവ്വ, ശനി, സർപ്പം ഇവ 3ഉം അനുകൂലമായതിനാൽ പൂർവിക സ്വത്ത് ലഭിക്കാം. പൂർവികരുടെ അനുഗ്രഹം. പിന്നെ സർപ്പം അനുകൂലമായതിനാൽ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത കൂടുതലാണ്. ശനി അനുകൂലമായതിനാൽ സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാം. ശുക്രനും വ്യാഴവും അനുകൂലമാണ് ഇവിടെ. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും, ധനവരവ് കാണുന്നു.
വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ. ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി, സർപ്പം ഇവ അനുകൂലമായതിനാൽ ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. പൊതുവെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യനും വ്യാഴവും ഇവിടെ പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ചൊവ്വയും ചന്ദ്രനും മാത്രമാണ്. ബാക്കി 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമെന്ന് കണക്കാക്കാം. അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയാൽ ഇവർക്ക് നേട്ടങ്ങൾ കൂടുതലുണ്ടാവും. ഇവിടെ ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സാധ്യത കൂടുതലാണ്. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച ഇവർ ശിവന്, ശനിക്ക്, അയ്യപ്പന് വഴിപാടുകൾ നടത്തുക. കണ്ടകശനിയാണ്, അതിനാലാണ്. പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമല്ല. ഇവിടെ 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവും. സർപ്പം ഇവിടെ അനുകൂലമാണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി, ശുക്രൻ, സൂര്യൻ ഇവ അനുകൂലവും ഡയറക്റ്റായിട്ട് അനുകൂലവും. വ്യാഴം, ചൊവ്വ, ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലവുമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഞങ്ങൾ. ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ്. സൂര്യൻ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു, 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഇവ പ്രതീക്ഷിക്കാം. ചൊവ്വാഴ്ച മുരുകന്, വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ശനി, ചൊവ്വ, സർപ്പം, അതിനോടൊപ്പം ചന്ദ്രനും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ഇവർ തിങ്കളാഴ്ച
ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് ഗുണമായിട്ട് ഡയറക്റ്റായിട്ട് ഗുണമായിട്ട് നിൽക്കുന്ന 3 ഗ്രഹങ്ങളുണ്ട്: ശുക്രൻ, ബുധൻ, വ്യാഴം. അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ സുദൃഢമാവും. അതുപോലെ തന്നെ ധനപരമുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. അതുപോലെ തന്നെ വ്യാഴം 5-ൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായ സംഭവങ്ങളുണ്ടാവും. ദാമ്പത്യ ജീവിതം സുഖകരമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹത്തിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങി വരും. ശുക്രനും ബുധനും അനുകൂലമായിട്ട് വരുന്നതിനാൽ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഇപ്പോഴും ഭാവിയിലും പ്രതീക്ഷിക്കാം. കുംഭൻ രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ജന്മശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, അയ്യപ്പന്, അതുപോലെ തന്നെ ശിവന് ഒക്കെ വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ തന്നെ അയ്യപ്പനും സർപ്പ പ്രതിഷ്ഠയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയും ഉള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. സർപ്പം പ്രതികൂലമാണ്, 12ാം ഭാവത്തിൽ പ്രതികൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പ്രധാനമായിട്ടും ചൊവ്വയാണ് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നത്. 6ാം ഭാവത്തിൽ ചൊവ്വ, കേതു ഇവ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് പ്രതീക്ഷിക്കാം. നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് സാധ്യത ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ചന്ദ്രനും ശുക്രനും അനുകൂലമായതിനാൽ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ. 2-7-2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8-2-7-5-0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 3-7-2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3-7-2-9-5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 2-ാം തീയതി രാവിലെ 4:35 AM മുതൽ രാവിലെ 5:23 വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 2-ാം തീയതി, ജൂലൈ 2-ാം തീയതി. 3-ാം തീയതി രാവിലെ 4:36 AM മുതൽ 5:24 AM വരെയാണ് 3-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ അതിനുശേഷം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 2-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. 3-ാം തീയതി ഉച്ചയ്ക്ക് 12:05 PM മുതൽ ഉച്ചയ്ക്ക് 12:56 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 3-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 2-ാം തീയതി ഉച്ചയ്ക്ക് 12:30 PM മുതൽ 2:05 PM വരെ 2-ാം തീയതി രാഹുകാലമാണ്. 3-ാം തീയതി 2:05 PM മുതൽ വൈകിട്ട് 3:40 PM വരെ രാഹുകാലമാണ് 3-ാം തീയതി. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ദൂരയാത്രകൾ നിർബന്ധമായും ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 2-ാം തീയതി ബുധനാഴ്ച പച്ച, 3-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ
അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.